വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. വേദപുസ്തകത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനും സവിശേഷമായ വ്യക്തിത്വത്തിനുടമയുമാണ് അപ്പോസ്തലനായ യോഹന്നാൻ. ഈ പേരിന് ദൈവത്തിൻ്റെ ദാനം, ദൈവകൃപയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെ വിളിച്ചിരുന്നത്. സെബദിപുത്രനും യാക്കോബിൻ്റെ സഹോദരനുമായിരുന്നു ഈ യോഹന്നാൻ. ഇവരുടെ മാതാവ് ശലോമിയാണെന്നും അവർ യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരിയായിരുന്നു എന്നും പറയപ്പെടുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി യോഹന്നാനായിരുന്നു. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ അപ്പോസ്തലനും യോഹന്നാനാണ്. സുവിശേഷ രചയിതാക്കളിൽ യേശുവിൻ്റെ ജീവചരിത്രവും പ്രഭാഷണങ്ങളും ദാർശനികമായ കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ചത് യോഹന്നാനാണ്. ഭാവികാല സംഭവങ്ങളുടെ കലവറയായ വെളിപ്പാട് പുസ്തകവും സഭയ്ക്കുള്ള 3 ലേഖനങ്ങളും ഉൾപ്പെടെ പുതിയ പുസ്തകത്തിലെ 5 ഗ്രന്ഥങ്ങൾ യോഹന്നാൻ്റെ സംഭാവനയാണ്. ഈ പ്രഭാതത്തിൽ ഈ അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ ജീവിതത്തിലെ 3 ആത്മീയ പാഠങ്ങൾ. 1. യെരുശലേമിലേക്കുള്ള യാത്രാവേളയിൽ യേശു പന്തിരുവരെ വേറിട്ട് നിർത്തി. തനിക്ക് യെരുശലേമിൽ സംഭവിപ്പാനിരിക്കുന്ന മഹാകഷ്ടതയുടെ അനുഭവങ്ങളെയും ക്രൂശ് ആരോഹണത്തെയും മഹത്വകരമായ പുനരുത്ഥാനത്തെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു. അത് വേണ്ടവണ്ണം മനസ്സിലാക്കാത്ത സെബദിപുത്രന്മാർ യേശുവിനെ സമീപിച്ച് ശ്രേഷ്ഠ പദവിക്ക് വേണ്ടിയുള്ള ആഗ്രഹം അറിയിക്കുന്നു. അതിന് യേശു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിലൂടെ ദാസ്യത്വത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും പാഠം അവർ പഠിച്ചു. അതിലൂടെ മറ്റുള്ളവർക്ക് വില നൽകുവാൻ, ത്യാഗം ചെയ്യുവാൻ, വിട്ടുകൊടുക്കുവാൻ യോഹന്നാൻ സന്നദ്ധനായി. 2. യേശുവിന് ഒരിക്കൽ ശമര്യയിലൂടെ യെരുശലേമിലേക്ക് പോകേണ്ടതായി വന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ശമര്യർ യേശുവിനെ കൈക്കൊള്ളാത്ത മനുഷ്യരായിരുന്നു. അതിനാൽ അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് യോഹന്നാൻ ആഗ്രഹിക്കുമ്പോൾ ദ്വേഷിക്കുന്നവരെയും തിരസ്കരിക്കുന്നവരെയും സ്നേഹിക്കുവാനും രക്ഷയിലേക്ക് നയിക്കുവാനും ക്രിസ്തു അവിടെ ആഹ്വാനം ചെയ്യുന്നു. ഇത് നമുക്കും ഒരു പാഠമാകണം. നമ്മുടെ ആത്മീയ താല്പര്യത്തെ അംഗീകരിക്കാത്തവരോട് ക്രിയാത്മകമായി ഇടപെടുവാനായിട്ട് നമുക്കും സാധിക്കണം. 3. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നു. എന്നാൽ അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും ശിഷ്യ സമൂഹത്തിനു പുറത്തോ മറ്റു മതവിശ്വാസികളിലോ നന്മ ചെയ്യുന്നവരെ അംഗീകരിക്കണമെന്നും ഇതിലൂടെ യേശു കർത്താവ് അവരെ പഠിപ്പിക്കുകയുണ്ടായി. യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്നും രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അന്ത്യനാളുകളും മരണവും എന്നതാണ്. AD 95 ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്താണ് യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത്. ഈ പീഡനകാലത്ത് ധാരാളം ക്രൈസ്തവർ മരണത്തിന് ഇരയായി. ക്രിസ്ത്യാനികളെ രാജ്യദ്രോഹികളായും ശത്രുക്കളായും കുറ്റവാളികളായും അന്ന് രാജാവ് കരുതിയിരുന്നു. യോഹന്നാനു ചക്രവർത്തി വിഷം കൊടുത്തു എന്നും ദൈവം അതിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിച്ചു എന്നും കാണുന്നുണ്ട്. അതിനാലാണ് പാനപാത്രവും അതിനുള്ളിലെ പാമ്പും യോഹന്നാൻ അപ്പോസ്തലൻ്റെ ചിഹ്നമായിട്ട് കരുതുന്നത്. തുടർന്ന് യോഹന്നാനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കിയെങ്കിലും ആപത്ത് ഭവിച്ചില്ല എന്നും പറയപ്പെടുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മരണത്തോടടുത്ത നാളുകൾ യോഹന്നാന് വളരെ ക്ലേശകരമായിരുന്നു. യോഹന്നാന് മാത്രമാണ് അപ്പോസ്തലന്മാരിൽ സ്വാഭാവിക മരണം വരിച്ചത് എന്നും പറയപ്പെടുന്നു. ഗ്രീസിൽ ധാരാളം സഭകൾ സ്ഥാപിച്ചു. ആസിയയിലെ സഭകൾക്ക് മേൽനോട്ടം വഹിക്കുകയും എഫെസോസിലെ മൂപ്പനും ആയിത്തീരുവാൻ യോഹന്നാന് സാധിച്ചു. സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രവും ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ഉദാത്ത മാതൃകയും വെളിപ്പെടുത്തിയ അപ്പോസ്തലൻ. ഈ അപ്പോസ്തലൻ്റെ ശിഷ്യനായിരുന്നു ബിഷപ്പ് പോളികാർപ്പ്. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ കഠിന ശോധനയിലും ക്രിസ്തുവിൻ്റെ ദർശനങ്ങളാൽ ദീപ്തമായിരുന്ന യോഹന്നാൻ്റെ ജീവിതം ഏതൊരു ഭക്തനും പ്രചോദനമായിട്ട് തീരട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ അപ്പോസ്തല മാതൃകകൾ പിന്തുടരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.